10 മിനിറ്റ് കൊണ്ട് സ്പൈസി കൂന്തൽ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും മോംസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ സ്പൈസി കൂന്തൽ റോസ്റ്റ് ആട്ടോ. നല്ല സ്പൈസി ആയിട്ടിരിക്കുന്ന ഒരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാം. പല സ്ഥലങ്ങളിലും പല പേരിലാണല്ലോ ഇത് അറിയപ്പെടുന്നത്, കൂന്തൽ, കണവ എന്നൊക്കെ. അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റ്, അതായത് കണവ റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. 250 ഗ്രാം കണവയായിട്ട് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ തീരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്നാലും വട്ടത്തിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു തക്കാളി ഞാനിവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു സവാള നീളത്തിലായിരുന്നത്, അതൊരു വലിയ സവാള എടുക്കണം കേട്ടോ. 10-12 പീസ് ചെറിയ ഉള്ളി എടുക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളത് ചതച്ചെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത്ര മതി നമുക്കിത് കറി വെക്കാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മസാലയും കൂടി ഇട്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് അങ്ങ് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കൂന്തലൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം, കാരണം കൂന്തലിന് ഇത്തിരി വേവ് കൂടുതലാണല്ലോ. അപ്പോൾ നമുക്ക് കൂന്തൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഈ കൂന്തൽ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിനായിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ട് ഞാൻ അടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ എത്ര വിസിൽ വേണ്ടി വന്നു എന്ന് ഞാൻ പറയാം. കുക്കറിൽ 2 വിസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഈ പാനിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി നമുക്കത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു സൈഡിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾ അരിഞ്ഞു വെച്ചതാണെങ്കിൽ സവാള ഇടുന്ന ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് പേസ്റ്റ് ആയതുകൊണ്ടാണ് ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഒരു സൈഡിൽ തന്നെ കിടന്ന് വേഗം ഒന്ന് ഇതായി വരട്ടെ കേട്ടോ, ലൈറ്റ് കളറായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 തണ്ട് കറിവേപ്പില ഇട്ടെടുത്തായിരുന്നു. അതിൽ 1 തണ്ട് കറിവേപ്പില ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി 1 തണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം, ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ശരിക്കും സവാളയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരട്ടെ. നന്നായിട്ട് ബ്രൗൺ കളറല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം. അപ്പം ഞാൻ ഇതിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലും കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ അതിന് പകരം 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. ആ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ഇട്ടതായിരുന്നു കേട്ടോ, എന്നാലും ഇതിലിപ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ കൊടുത്തോളം നമ്മൾ വീണ്ടും ഇടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ കുരുമുളക് പൊടി ആട്ടോ നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല എന്താ പറയുക, സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇതേപോലെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോണ്ടാട്ടോ ഈ ഒരു കളറായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഇപ്പൊ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കൂന്തൽ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കൊടുത്തോളം ഉപ്പ് മതി കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇതിന്റെ ആ ഒരു തക്കാളിയുടെ ഒരു പച്ചപ്പ് ഉണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലിന്റെ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ പകുതി വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ആ ചാറിലേക്കൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ കേട്ടോ. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൂന്തലില്ലേ, ആ കൂന്തലും ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒക്കെ ഒന്ന് തിളപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറി റെഡിയായി, നമുക്ക് തീ ഓഫ് ചെയ്യാം. പക്ഷെ എനിക്കിവിടെ ഇത്തിരി തിക്ക് ഗ്രേവി ആയിട്ട് വേണം താനും, എന്നാൽ ലൂസ് ആവാനും പാടില്ല. ആ ഒരു ഇതിലാണ് എനിക്ക് വേണ്ടത്.
ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ്, സ്പൈസി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടോ. ഇനി നമുക്കിത് ചോറിൻ്റെ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീട്ടിൽ കൂന്തലൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. പിന്നെ എല്ലായ്പ്പോഴും ഞാൻ പറയുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതേപോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.